ഹലോ അസ്സലാമലൈക്കും ചങ്കളെ എല്ലാവർക്കും സലാം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണെന്ന് കരുതണേ. പൊന്നാരഞ്ച മക്കളെ ഞങ്ങളോട് പറയുകയാണെങ്കിൽ എന്തെത്താപ്പ് ഈ നാട് നടപ്പ്. ഓരോരോ മക്കൾ ഇന്നലെ ഇപ്പോൾ ഒരു മഞ്ചേരിയിലൊരു പെണ്ണതാ ആങ്ങളെ ഫോണ് വാങ്ങിച്ച് ഇറങ്ങണ്. ഓള് ആങ്ങൾക്ക് കേസ് കൊടുക്കാൻ ഓളെ കാമൂനെ തെരഞ്ഞു പോയി. പൊന്നാരഞ്ച മക്കളെ ഞങ്ങൾക്ക് ഒന്നല്ല കേൾക്കണ്ടി, ഒരു മക്കളും പോകൂല. അതിന് ഞാൻ തന്താര പറയില്ല. തന്താര് നേരം പോത്താൽ നമ്മൾ മറ്റേ കാക്കച്ചാൾ കൊണ്ടുവരാൻ പോകുമ്പോൾ ഒരു തന്താർ നയിച്ചാൻ പോകും. ഈ പെണ്ണുങ്ങളുണ്ടല്ലോ കുടിയിൽ നിൽക്കുന്ന തള്ളാർ, ഈ തള്ളാരാണ് മക്കളെ നിയന്ത്രിച്ചേണ്ടത്. എന്തിനാണ് ഈ മക്കൾ ഈ തള്ളാർ? ഒരു ട്യൂഷൻ ക്ലാസ് ഉണ്ടെങ്കിൽ തള്ളാർ അപ്പം ചോദിച്ചണം, ടീച്ചറെ എത്ര മണിക്കാണ് കുട്ടി സ്കൂളിൽ വിട്ട് വരിക എന്ന് തള്ളാർ ചോദിച്ചേണ്ട അർഹതയുണ്ട്. അതേപോലെ ഒരു സ്കൂൾ വിട്ട് വരുമ്പോൾ കൃത്യം 4 മണിക്കോ 5 മണിക്കോ ഭിന്നിച്ചാൽ ആ നേരത്ത് വന്നില്ലെങ്കിൽ തള്ളക്ക് ചോദിച്ചേണ്ട അർഹതയുണ്ട്. തള്ള വള്ളപ്പൊക്കത്തിൽ പിന്നെ എന്തെല്ലാം ഒലിച്ചു വരും. അന്നമാർക്ക് കുട്ടികളെ ഒക്കെയാണ് വിട്ടേക്കുക. പിന്നെ കുട്ടികൾ ജാതിയല്ലാത്ത ജാതികളപ്പം, മറ്റേ ജാതികളപ്പം, ബംഗാളികളപ്പം ചാടിപ്പോയിട്ട് ഒരു പറഞ്ഞിട്ട് ഒരു നൊലോച്ചിട്ട് ഒരു കാര്യമല്ല മക്കളെ. അതൊക്കെ തള്ളാർ ശ്രദ്ധിക്കണം. അടയ്ക്കാകുമ്പോൾ മടിയിലൊക്കെ കാങ്ങുമ്പോൾ പുറത്തൊക്കെ കാരണന്മാർക്ക് എന്തിനാണ് ഈ 5-6-8 വയസ്സായ കുട്ടികളൊന്നും വന്നു നോക്കുകയാണ് നിങ്ങൾ അങ്ങാടിയിൽ കാട്ടണ അതാബ് കാണണമെങ്കിൽ അതിന് തള്ളാരെ പറയണം. തള്ളാറ് നേരം പോലത്താലേ കുട്ടികൾക്ക് പോകണില്ലെങ്കിൽ മാപ്പിളാർ വരുമ്പോൾ പറയാം, മനസ്സാ അപ്പുറത്തെ മെയ്തീൻ്റെ പെണ്ണിന് മകന് 100-500 ലക്ഷം ഉറുപ്പ്യേൻ്റെ ഫോണ്, ഇപ്പുറത്ത് ഖാദറിൻ്റെ മകനേ അതിലേറെ പൈസൻ്റെ ഫോണ്, ഇപ്പുറത്ത് മൈമീൻ്റെ മകൻ 2 ലക്ഷത്തിൻ്റെ ഫോണ്. എന്നിട്ട് തള്ള ലോൺ എടുക്കുക, അയൽക്കൂട്ടത്തുനിന്ന് ലോൺ എടുക്കുക, ആധാരം വെച്ച് ലോൺ എടുത്ത് മക്കൾക്ക് ഫോണുമായി കൊടുത്തിട്ടേ മക്കളെ ഉഗ്രൂരിയാണ് വിടുക. മക്കളെ പട്ടിണിയിലും പാഗ്യത്തിലും കഷ്ടപ്പാടിലും വളർത്തണം. മക്കളോട് പറയണം, ബാപ്പാക്ക് ഗതിയില്ല മക്കളെ ഫോൺ നിങ്ങൾക്ക് വാങ്ങിത്തരാൻ, പുറത്ത് പോയി ഇങ്ങനെ നായാട്ടാടാൻ. ഇത്രയും ബാപ്പാക്ക് കിട്ടുന്ന പൈസ ഉള്ളൂ എന്ന് പറഞ്ഞാൽ കുട്ടികളെ പറഞ്ഞ് തള്ളാർ മനസ്സിലാക്കണം. അതില്ലാത്ത പക്ഷം എല്ലാ തള്ളാരും ഇങ്ങനെ കയറ്റിച്ചോളി. മക്കളെ അമറടി ആടന്ന് നടന്നത്. പിന്നെ പണ്ടല്ലേ ഒരു മോദിയന്മാർ ഇപ്പം കണ്ട് ഇറങ്ങിയത് ആബിദ് ആറ്റക്കോയത്തങ്ങളാണ് പോലെ. പൊന്നാരഞ്ച മാണിക്കല്യാളെ ഇഞ്ച കാല് സുഖമില്ലായിട്ട് കുറേ കാലയിക്കണ്. എത്രങ്ങാനും മരുന്ന് കുടിച്ച് നിങ്ങൾ ആ മോദിയാരെ നമ്പറൊന്ന് വിട്ടു തരേണ്ടിയിട്ട് ഇഞ്ച കാല് വേദന ഒന്ന് മാറാനാ. അതിൻ്റെ അടുത്ത് പോയാൽ മാറുമെങ്കിൽ പോകേനി. പിന്നെ ഉണ്ടല്ലോ കുറേ കുട്ടികൾ ഈ പ്രേമിച്ച് നടക്കണ്, ഇപ്പം കള്ളും കഞ്ചാവൊക്കെ കൊണ്ട് നടക്കണ്. അപ്പോൾ ആ കുട്ടികൾക്ക് മോര്യാന്മാർ എത്തുപോയി ആ കൊടിമരത്തിൻ്റെ ചൂട്ടിൽ കുറച്ച് പൈസ ഇട്ടാൽ ഇതൊക്കെ മാറുമെങ്കിൽ ഈ തള്ളാർക്കും തന്താർക്കും ഈ പ്രേമൊന്നും ഉണ്ടാവില്ലേ കുട്ടികൾക്ക്. അവിടെ പോയി കുറച്ച് പൈസ ഇട്ടാൽ മതിയല്ലോ ആ കൊടിമരത്തിൻ്റെ ചൂട്ടിൽ. പൊന്നാരഞ്ച മക്കളെ നിങ്ങൾ ഒരു മനുഷ്യനെ മോനിയന്മാരെ വിശ്വസിച്ചിട്ടുണ്ടാവും. ഓരിങ്ങട്ട് പറഞ്ഞിട്ട് ചങ്ക് പൊട്ടിയിട്ടുണ്ട് പറഞ്ഞാൽ കണ്ണിന്ന് ചോര കൊലിച്ചുകാണ്ടിട്ട് പറയും നമ്മളെ കജ്ജിന്ന് കിട്ടാൻ. ഇങ്ങക്കല്ലേ കേൾക്കണ്ടി. ഇഞ്ച 2 പവനത്തിൻ്റെ മാല ആൾമാറിയിൽ നിന്ന് എടുത്തുകൊണ്ട് ആരാന്ന് നമുക്കറിയില്ല. പോകാത്തൊരു മൂല്യന്മാരിഞ്ഞില്ല മക്കളെ. എന്തെല്ലാം സാധനമാണ് മൂല്യന്മാർക്ക്. കോഴിമാണെന്ന് അറിയുമ്പോൾ കോഴി, തേങ്ങ വേണമെന്ന് അറിയുമ്പോൾ തേങ്ങ, അത്ര പൈസ വേണമെന്ന് അറിയുമ്പോൾ അത്ര പൈസ. അതൊക്കെ കൊടുത്തിട്ടും ഇഞ്ച മാലക്കൊരു ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ ചിലവർ പറഞ്ഞയാളെ പിന്നെ കോമരത്തിൻ്റെ അടുത്ത് പോയുണ്ടാവും. നമ്മളെ ഇവിടെ ഉണ്ടല്ലോ വലിയ കോമര, ഇവിടെ പിന്നെ ബൈലാശ്ശേരി അവിടെ പോയ കോമരത്തിൻ്റെ അടുത്ത് പോയ നല്ല പാലാണ്. അതിൻ്റെ അടുത്തും പോയി മക്കളെ. അതിനും കുറേ പൈസ ഉള്ളിൽ കൊടുത്ത് മാറിയില്ല. പൊന്നാരഞ്ച ജനങ്ങളെ, നിങ്ങൾ ബുദ്ധിയില്ല മനുഷ്യന്മാർ. ഞാൻ സുന്നിയുടെ നടുക്കണ്ടം മുടിച്ച സുന്നിയാണ്, തനിച്ച സുന്നിയ. നിങ്ങൾ ബുദ്ധിയില്ലൊരിഞ്ഞ് മോര്യമാരെ ഈ കള്ളം നോണിയും കെട്ടുകാടുങ്ങൾ അതിന് ഒരുങ്ങണ്ട കേട്ടോ. ഇങ്ങൾക്ക് വല്ലതും കൊടുക്കാനില്ലെങ്കിൽ മക്കളെ ബാപ്പ മരിച്ച കുട്ടികളുടെ എത്തീമായ കുട്ടികൾ കജ്ജും കാര്യം മുറിഞ്ഞുകാട് പണിക്ക് പോകാത്ത ഭീകരാങ്കാളുണ്ടെങ്കിൽ കൊടുത്തോളി. കുട്ടികൾ നോക്കാതെ മക്കളും നോക്കാത്ത അനാഥായിട്ടാണ് നോക്കുകയാണെങ്കിൽ നിങ്ങളെ കരുവാറ് കൊണ്ട് പോയി വെക്കുകയാണ്. എത്രയോ തന്താരിയും തള്ളാരിയും കൊടുങ്ങാണ്ട് അവിടെ തള്ളിക്കണ്. ഐറ്റങ്ങൾക്ക് ഒരു നേരം ഭക്ഷണം ഉണ്ടാക്കി ഇങ്ങോട്ട് കൊണ്ടേ കൊടുത്തൊക്കെ നിങ്ങൾക്ക് അള്ളാൻ്റെ അരസംഗത്വൻ്റെ കൂലി. അല്ലാതെ ഈ നട്ടോ നാളിയും വെച്ച മോര്യന്മാരെ നുണിയും കെട്ട് ഓർക്ക് കൊടുത്താണ്ടല്ലോ പൊന്നാര മക്കളെ. ലോകത്തുനിന്ന് മാറുന്നു കരുതി മാറും ഉണ്ടാവില്ല. ഓരോ നോണ കെട്ട്. ഇപ്പോൾ പിന്നെ മണ്ണാർക്കാട് ഒരു മൂല്യാരി ഇറങ്ങിക്കണേ. എൻ്റെ കാലിൻ്റെ വേദന മാറുമെങ്കിൽ നിങ്ങൾ ആ നമ്പർ മൂല്യാരതൊന്ന് വിട്ട് എഴുതിട്ടോ. എൻ്റെ കാലിനൊന്ന് പോകുകയാക്കാനാ. എന്നിട്ട് കൊടിമരത്തിൻ്റെ ചൂട്ട് കുറച്ച് പൈസ ഇടാം. കൊടിമരത്ത് ഞാൻ 2 ദിവസം പിടിച്ച് കുത്തുന്നുണ്ട്. എൻ്റെ കാലിൻ്റെ വേദന മാറുകയാണെങ്കിൽ മൂല്യാരെ കാലും പിടിച്ചൊരു 3 ദിവസം കുത്തുന്നുണ്ട്. കാല് വേദന മാറുകയാണെങ്കിൽ ഞാൻ കുത്തുക്കാരോ. എന്നാൽ ആ കൊടിമരത്തിനൊക്കെ പിടിച്ച് കുത്തിരിക്കണമെങ്കിൽ നമ്മളെ കാലുവേദന മാറുകയാണെങ്കിൽ മാറിക്കോട്ടെ. ഈ ജാതി കള്ള മൂര്യന്മാരെയും കൊണ്ട് കാടി നാട്ടിലെ ആൾക്കാർ ആട്ടിയിട്ടൈറ്റുകളൊക്കെ മല കയറ്റണം. പച്ച നോണിയും പറഞ്ഞുകൊണ്ട് കുറച്ച് ആൾക്കാർ കുത്തുക. 2 മാസം ഞാൻ മൂര്യന്മാരെടുത്ത് ഇനി പോകാത്തൊരു മൂര്യന്മാരില്ല. ഞാൻ കുറേ പറയും സേറ് ചെയ്തൊക്കെയാണ്, കുറേ പറയും കൂടത്രം ചെയ്തൊക്കെയാണ്, കുറേ പറയും ചേക്കുട്ടിപ്പാപ്പ ചെയ്തൊക്കെയാണ്, കുറേ പറയും ഹിന്ദുക്കളെ ചെയ്ത്താൻ വന്നതാണ്. ഒരു ചെയ്ത്താനും ഇല്ല.
അത് മൂല്യന്മാർക്ക് 10 റുപ്യ കിട്ടാനില്ല എന്നാണ് ഓർക്ക്. ഇപ്പം ഈ പിന്നെ കൊറോണ കഴിഞ്ഞിടത്തും കൊണ്ട് കുറച്ച് കൊള്ളമൂല്യന്മാർ വന്നിക്കണല്ലോ ഈ ഫോണിൽ ഓരോ നോണിയും പറഞ്ഞ മനസ്സിലെ 10 റുപ്യ വാങ്ങാൻ. അതിനെ പറ്റിച്ചില്ല. അതിന് പൊന്നാര മക്കളെ അറിവില്ല ഒരു പെണ്ണുങ്ങളും ആണുങ്ങളും ഈ മൂല്യന്മാരെടുത്ത് പോയിട്ട് 10 റുപ്യ കളയേണ്ട അവർ ആശുപത്രിയിലും പോയി നോക്കിക്കൊള്ളുണ്ട്. അല്ലെങ്കിൽ ഈ മൂല്യന്മാരോട് പറയും കുട്ടികൾ കുറേ ഇപ്പം പ്രേമിച്ച് ചാടിപ്പോണ്ടല്ലോ, അതൊക്കെ ആ കൊടിമരത്തും ആ തള്ളാരോടൊക്കെ ഒന്ന് പിടിച്ചാൻ പറയണ്ടി. പെൺകുട്ടികളില്ലോടും ആൺകുട്ടികളില്ലോടും ഇന്ന് ആ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ കുറച്ച് പൈസ ഇട്ടാൽ ഇന്ന് ഒറ്റയൊന്നും പ്രേമിച്ചൂലല്ലോ. ഒക്കെ മൂല്യന്മാർക്കോട് കഞ്ചുങ്ങിച്ച് വെച്ചാൻ പറയണ്ടി. പിന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പം ബ്ലോക്കായി മരിച്ച, അറ്റാക്കായി മരിച്ച കുറേ അങ്ങനെ ഉണ്ടല്ലോ. ഈ മരണമൊക്കെ ഒന്ന് നിർത്താൻ പറയണ്ടി മൂല്യന്മാരോട്. ഒരു 10,000-10,000 കൊണ്ടേ കൊടുക്കുക. കുറേ മരണം കുറയുന്ന ഓലെത്ത് കൊണ്ടേ കൊടുത്താൽ ഒരു മരണത്തിൻ്റെ ഓല് നോക്കുകയാണെങ്കിൽ മരിച്ചൂലല്ലോ നാട്ടിൽ. അങ്ങനെ വല്ലതും ചെയ്യാണ്ടെങ്കിൽ പ്രത്യേകിച്ച്. സലാം അലൈക്കും മക്കളെ. ഞാൻ അടുത്ത വീഡിയോയിൽ കാണാൻ ബാക്കിയുള്ളത്. ഇനി ഇതിന് വല്ല ലൈക്ക് കമൻറ്റ് ചെയ്തോളി താത്താക്ക്. ഞാൻ ഇതിൻ്റെ മുന്നേ ഒന്നും പറയാല്ല താത്താക്ക്, ഇതൊക്കെ തന്നെ പറയാനുള്ളതുള്ളൂ.